ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ ഓൾറെഡി വെർണർ തിയറി എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട ഒരു 3 എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറയാൻ പോവുക, ദാറ്റ് ഈസ് അബൌട്ട് ലിഗാൻസ്. എന്താണ് ലിഗാൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു കോംപ്ലക്സസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോംപ്ലക്സിലേക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. സോ ദീസ് ആർ ഓൾ നമ്മൾ പറയും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സ്പീഷീസ് ആണ്. ഇറ്റ് മേ ബി അയോൺസ് ആവാം, ഓർ ഇറ്റ് മേ ബി നമ്മൾ പറയും ന്യൂട്രൽ മോളിക്യൂൾസ് ആവാം, വിച്ച് ക്യാൻ ഏബിൾ ടു പ്രൊവൈഡ് 2 ഇലക്ട്രോൺസ് ഓർ എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു എ സെൻട്രൽ ആറ്റം. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. ഇനി ലിഗാൻഡുകളെ നമ്മൾ സാധാരണ പറയാറുണ്ട് ദേ ആർ ഓൾ ലൂയിസ് ബേസ് ആണ് എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. വാട്ട് മീൻ ബൈ ലൂയിസ് ബേസ്? അതായത് നമുക്കറിയാം ആസിഡ് ബേസ് തിയറി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ എല്ലാ ലിഗാൻഡുകളും മെറ്റലിലേക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ലിഗാൻഡുകളും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ്, ഒരു ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇനി ഈ ലിഗാൻഡുകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഹൗ മെനി വേസ് എ ലിഗാൻഡ് ക്യാൻ ഏബിൾ ടു കണക്ട് വിത്ത് എ സെൻട്രൽ ആറ്റം എന്നുള്ളതാണ്. എത്ര രീതിയിൽ ഒരു ലിഗാൻഡിന് ഒരു സെൻട്രൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എത്ര ഡോണർ ആറ്റം ഉപയോഗിച്ചിട്ട് ഒരു ലിഗാൻഡിന് സെൻട്രൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുണ്ട്. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് ഡെന്റിസിറ്റി, ഓർ നമ്മൾ അതിന് വേറൊരു പേരും പറയും, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാപ്റ്റിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഡെന്റിസിറ്റി അല്ലെങ്കിൽ ഹാപ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഡോണർ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ലിഗാൻഡ് ഒരു മെറ്റലിലേക്ക് ബോണ്ട് ഫോം ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡെന്റിസിറ്റി ഓർ ഹാപ്റ്റിസിറ്റി എന്ന് പറഞ്ഞു വെക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ യൂണി അല്ലെങ്കിൽ മോണോഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയാറുണ്ട്, അതുപോലെ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയാറുണ്ട്, അതുപോലെ ട്രൈഡെന്റേറ്റ് അല്ലെങ്കിൽ പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയാറുണ്ട്. സോ എന്താണ് മോണോഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് ചോദിച്ചാൽ, ഒരു ലിഗാൻഡ് അതായത് ഒരു സ്പീഷ്യസ് അല്ലെങ്കിൽ ഒരു ആറ്റം, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഒരു ആറ്റം, ആ ലിഗാൻഡ് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഡോണർ സൈറ്റ്, അതായത് ഒരു സിംഗിൾ ഡോണർ ആറ്റം ഉപയോഗിച്ചിട്ടാണ് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് യൂണിഡെന്റേറ്റ് അല്ലെങ്കിൽ മോണോഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ H2O, നമ്മൾ അക്വ എന്നാണ് ഈ ലിഗാൻഡിനെ വിളിക്കുക. അപ്പോൾ H2O നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റലിലേക്ക് ഈ പറഞ്ഞതുപോലെ H2O വന്നിട്ട് വാട്ടർ വന്നിട്ട് ലിഗാൻഡ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ ഓക്സിജന്റെ ലോൺ പെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. എന്ന് പറഞ്ഞാൽ H2O മോളിക്യൂൾ നിങ്ങൾ എടുത്താൽ അതിൽ ഓക്സിജന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, മെറ്റലുമായിട്ട് അറ്റ് എ ടൈം ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ അവിടെ ഒരു ഡോണർ ആറ്റം ഉപയോഗിച്ചാണ് ബോണ്ട് ഫോം ചെയ്യുക. അതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് എ യൂണിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ സേ നമ്മൾ NH3 മോളിക്യൂൾ എടുത്താൽ നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നതിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ നൈട്രജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ മെറ്റലുമായിട്ട് അമോണിയ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുക. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു യൂണിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് എന്ന് പറയാം. ഇനി നമ്മൾ യൂണിഡെന്റേറ്റ് ലിഗാൻഡ് കൂടാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ലിഗാൻഡുകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡോണർ ആറ്റം ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്, യൂണിഡെന്റേറ്റ് ലിഗാൻഡ്. ഇനി അതല്ല ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അറ്റ് എ ടൈം ഒരു ലിഗാൻഡിന് 2 ഡോണർ ആറ്റം ഉപയോഗിച്ച് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. അറ്റ് എ ടൈം 2 ഡോണർ ആറ്റം ഉപയോഗിച്ച് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് അതിനെന്ത് വിളിക്കുക, നമ്മൾ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കും. ഇനി 2ൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് പോളിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിന് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോഡെന്റേറ്റ് ലിഗാൻഡുകൾക്ക് എക്സാമ്പിൾ നമ്മൾ നോക്കി.
അതുപോലെ വളരെ കോമൺ ആയിട്ട് ഈ പറഞ്ഞ പോലെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കുന്ന ഒരു ലിഗാൻഡ് ആണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഈൻ എന്ന് പറയുന്ന ലിഗാൻഡിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈൻ എന്ന് പറയുന്ന ഷോർട്ട് നെയിം ആണ്. എക്സാക്ട്ലി എന്താണ് ഈൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വാട്ട് യു കോൾ എഥിലീൻ ഡൈഅമീൻ എന്നുള്ളതിനെയാണ് നമ്മൾ ഈൻ എന്ന് വിളിക്കുക. ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞതുപോലെ എഥിലീൻ ഡൈഅമീൻ. സോ എന്താണ് എഥിലീൻ ഡൈഅമീൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എഥിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് CH2 എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എഥിലീൻ എന്ന് പറഞ്ഞു വെക്കുക. ആ CH2ന്റെ 2 കാർബൺ ആറ്റങ്ങളിലേക്ക് സേ ഒരു NH2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഒരു അമിനോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാ ഇവിടെയും ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ദാ ഇവിടെയും ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാ ഈ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് എഥിലീൻ ഡൈഅമീൻ എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ ഒരു മെറ്റൽ ആറ്റം ഉണ്ടെങ്കിൽ, സേ ഒരു മെറ്റൽ ഇവിടെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ എഥിലീൻ ഡൈഅമീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ലിഗാൻഡിന് അറ്റ് എ ടൈം എത്ര ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ബിക്കോസ് ദാ ഇതൊരു ഡോണർ ആറ്റം ആണ്, ദിസ് ഇസ് അനദർ ഡോണർ ആറ്റം. സോ ഈ നൈട്രജൻ ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഈ നൈട്രജൻ ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യാം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഇസ് എ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി മറ്റൊരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ് നമ്മൾ ഓക്സലേറ്റോ ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കും. ഓക്സലേറ്റോ ലിഗാൻഡ്. അപ്പൊ എന്താണ് ഓക്സലേറ്റോ ലിഗാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്സലേറ്റോ ലിഗാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്സാലിക് ആസിഡ് എന്നൊരു മോളിക്യൂളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വാട്ട് ഈസ് ഓക്സാലിക് ആസിഡ്? അതായത് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്, C ഡബിൾ ബോണ്ടോ OH ഉണ്ടാവും, അതുപോലെ C ഡബിൾ ബോണ്ടോ OH. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഓക്സാലിക് ആസിഡ് എന്ന് പറയുക. ഈ ഓക്സാലിക് ആസിഡ് മോളിക്യൂളിൽ ഈ ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തിട്ട് O മൈനസ് ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. ദാ ഇവിടുത്തെയും ഈ OH ബോണ്ട് പോയിട്ട് O മൈനസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു സ്പീഷ്യസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് ഓക്സലേറ്റോ ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. ഇവിടെയും നമുക്കറിയാം ദാറ്റ് ഈസ് ദാ ഈ ഓക്സിജനും ലോൺ പെയേഴ്സ് ഉള്ള ഓക്സിജൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഒരു മെറ്റലുമായിട്ട് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ 2 ഓക്സിജൻസിനും ഈ പറഞ്ഞതുപോലെ കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വിച്ച് മീൻസ് ദിസ് വിൽ എക്സിസ്റ്റ് ആസ് വാട്ട് എ ബൈഡന്റേറ്റ് ലിഗാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് സെയിം എഥിലീൻ ഡൈഅമീൻ. ഈനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, എഥിലീൻ ഡൈഅമീനെ കുറിച്ച്. ഇത് കൂടാണ്ട് അടുത്തൊരു ലിഗാൻഡ് ആണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഡൈഈൻ എന്നുള്ളത്. ഡൈഈൻ എന്താണ്? ഈ ഡൈഈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് ഡൈഎഥിലീൻ ട്രൈഅമീൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഡൈഈൻ എന്ന് പറയുക. ഈൻ ഈസ് എഥിലീൻ ഡൈഅമീൻ, ഡൈഈൻ ഈസ് ഡൈഎഥിലീൻ ട്രൈഅമീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എഥിലീൻ എന്തായിരുന്നു, ദാറ്റ് ഈസ് വാട്ട് യു കോൾ CH2 എന്നുള്ളതാണ് എഥിലീൻ അല്ലെ. എഥിലീൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, ഹിയർ വി ഹാവ് ആൻ NH2 ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് ആൻ NH2. ഇതിലേക്ക് ഒരു എഥിലീൻ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു എഥിലീൻ എങ്ങനെയാ ആഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു NH2 ഉണ്ട്, അതിലെ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അടുത്ത എഥിലീൻ ഗ്രൂപ്പ് അതായത് CH2 ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു ആൻഡ് ഹിയർ വി ഹാവ് ആൻ NH2. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൈഈൻ ഓർ ഡൈഎഥിലീൻ ട്രൈഅമീൻ എന്ന് പറയും. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു എഥിലീൻ ഉണ്ട്, രണ്ടാമത്തെ എഥിലീൻ ഉണ്ട്, ട്രൈ അമിനോ ഗ്രൂപ്പുകൾ, 3 അമിനോ ഗ്രൂപ്പുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു കോമ്പൗണ്ട് സേ M എന്ന് പറഞ്ഞൊരു മെറ്റലിലേക്ക് ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിഗാൻഡിൽ എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്? സേ ദിസ് ഇസ് എ ഡോണർ ആറ്റം അല്ലെ, ബിക്കോസ് ഈ നൈട്രജനിൽ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് അനദർ ഡോണർ ആറ്റം അല്ലെ, കാരണം ഇവിടെ നൈട്രജൻ നമുക്കറിയാം 1, 2 ആൻഡ് 1 ബോണ്ട് വിത്ത് ഹൈഡ്രജൻ, 3 ബോണ്ടുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നോർമലി ഇവിടെയും എന്തുണ്ടാവും, ഈ പറഞ്ഞതുപോലെ നൈട്രജനിൽ വി ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഇത് NH2 ഇവിടെയും എന്തുണ്ട്, വി ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ 3 അമിനോ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട് ആൻഡ് ഈ 3 അമിനോ ഗ്രൂപ്പുകൾക്കും എന്ത് ചെയ്യാം, അറ്റ് എ ടൈം ഈ പറയുന്ന മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം. ഓക്കെ,
അപ്പൊ അങ്ങനെ 3 അമിനോ ഗ്രൂപ്പുകൾ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പോളിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇനി ഇതുപോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന, വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പോളിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് ദാറ്റ് ഈസ് EDTA എന്നുള്ളത്. EDTA നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി പറയാൻ പോകുന്ന നമ്മൾ ആപ്ലിക്കേഷൻസിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ മിക്കവാറും പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ EDTA എന്നുള്ളത്. അപ്പോൾ എന്താണ് EDTA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ എന്നുള്ളതിനെയാണ് നമ്മൾ EDTA എന്ന് വിളിക്കുക. സോ ദാറ്റ് ഈസ് എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് EDTA എന്ന് പറയുക. അപ്പോൾ എന്താണ് EDTA എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന സ്ട്രക്ചർ ആണ് നമ്മൾ EDTA എന്ന് പറഞ്ഞു വെക്കുക. സ്ട്രക്ചർ ആദ്യം കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ EDTA മോളിക്യൂൾ വരയ്ക്കുക എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായിരുന്നു EDTA? എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. അപ്പോൾ എഥിലീൻ ഡൈഅമീൻ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? എന്താ എഥിലീൻ ഡൈഅമീൻ? അതായത് ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് വി ഹാവ് CH2 NH2. ഇതല്ലേ ഈ പറഞ്ഞതുപോലെ എഥിലീൻ ഡൈഅമീൻ എന്ന് പറയുക അല്ലെ? ഈ എഥിലീൻ ഡൈഅമീനിലേക്ക് നമ്മൾ ടെട്രാ അസറ്റേറ്റ് അയോൺ, അതായത് 4 അസറ്റേറ്റ് അയോണിനെ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം എന്താണ് അസറ്റേറ്റ് അയോൺ എന്ന് പറയുന്നത്? CH3COOH എന്ന് പറയുന്നതാണ് അസറ്റിക് ആസിഡ്. ആ അസറ്റിക് ആസിഡില് ഒരു മൈനസ് ചാർജ് വന്നാൽ, ഒരു ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്താൽ ഉണ്ടാകുന്നതാണ് അസറ്റേറ്റ് അയോൺ. ഈ അസറ്റേറ്റ് അയോൺ 4 എണ്ണം നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യുക മീൻസ് ഈ നൈട്രജനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 4 അസറ്റേറ്റ് അയോണിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 4 വാലൻസീസ് ഫ്രീ ആക്കണം. ഒരു 2 ഹൈഡ്രജനെ എടുത്തു മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു അസറ്റേറ്റ് ഗ്രൂപ്പ്, അതായത് CH2COO- ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അടുത്ത ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? CH2COO-. എന്തുകൊണ്ട് CH2 എന്ന് എഴുതി എന്ന് ചോദിച്ചാൽ ഈ കാർബണിൽ ഒരു വാലൻസി ഫ്രീ ആണെങ്കിൽ നൈട്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുള്ളൂ അല്ലെ? സോ ദിസ് ഇസ് ആൻ അസറ്റേറ്റ് അയോൺ ഗ്രൂപ്പ് ആണ്, അസറ്റേറ്റ് മോയിറ്റി ആണ്. ആൻഡ് ദിസ് ഇസ് അനദർ അസറ്റേറ്റ് മോയിറ്റി ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ ഇവിടുത്തെ, അതായത് ഈ നൈട്രജനിലെയും 2 ഹൈഡ്രജനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ CH2COO ഗ്രൂപ്പ്, ദാറ്റ് ഈസ് CH2COO- അസറ്റേറ്റ് അയോൺ ആഡ് ചെയ്യുന്നു. ആൻഡ് ഹിയർ ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നു? CH2COO- ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്പീഷ്യസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് EDTA, അതായത് എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ, അല്ലെങ്കിൽ EDTA എന്ന് പറഞ്ഞു വെക്കുക. ഫൈൻ, നിങ്ങൾ നോക്കിയാൽ അറിയാം ദിസ് ഇസ് എഥിലീൻ ഡൈഅമീൻ ആണ്. 4 അസറ്റേറ്റ് ഗ്രൂപ്പുകളുണ്ട്. ആൻഡ് ഈ EDTA മോളിക്യൂളിന്റെ ഹാപ്റ്റിസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ഈ നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത് 3 ബോണ്ടുകളാണ് ഫോം ചെയ്തിരിക്കുക. ദാറ്റ് മീൻസ് ഈ നൈട്രജനിൽ എന്തുണ്ട്? വി ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അതുപോലെ ഈ നൈട്രജനും എന്തുണ്ട്? ഈ പറഞ്ഞതുപോലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 നൈട്രജനും എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു മെറ്റലുമായിട്ട് അറ്റ് എ ടൈം ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഈ ഓക്സിജൻ, അതായത് COO- എന്ന് പറയുന്നതിലെ ഓക്സിജൻ ആറ്റം, അതിലും എന്തുണ്ട്? ഈ പറയുന്നതുപോലെ ഒരു മൈനസ് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഈ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, ഈ ഓക്സിജനിലും ലോൺ പെയർ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഓക്സിജൻ ആറ്റങ്ങൾക്കും എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തം ഡോണർ ആറ്റങ്ങൾ എണ്ണിക്കുക എത്രയുണ്ട്? ഹിയർ വി ഹാവ് 4 oxygen atom and 2 nitrogen atom. So the total number of donor atom in this complex is nothing but 6 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Or this is a hexadentate ligand ആണെന്ന് പറയാം. ഓക്കെ, hexadentate ligand എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കോമൺലി എന്ത് പറയാം? ഇറ്റ് ഈസ് എ polydentate ligand ആണ് എന്ന് പറയാം. അതായത് ഒരു മെറ്റലുമായിട്ട് അറ്റ് എ ടൈം 6 ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന EDTA എന്ന് പറയുന്ന കോംപ്ലക്സിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് എ പോളിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക.
ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇതാണ് നമ്മൾ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹാപ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം. നമ്മൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളെ കുറിച്ച് പറഞ്ഞു, ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളെ കുറിച്ച് പറഞ്ഞു, ട്രൈ ഡെൻഡേറ്റ് ലിഗാൻഡുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ പോളിഡെൻഡേറ്റ് ലിഗാൻഡിനെ കുറിച്ചും പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ ലിഗാൻഡുകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. സോ എന്താണ് ഈ ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആംഫീബിയൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? വാട്ട് യു മീൻ ബൈ ആംഫീബിയൻ? അതായത് രണ്ട് ടെറസ്ട്രിയൽ കണ്ടീഷൻസിൽ ഓക്യുപ്പൈ ചെയ്യാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ സാധാരണ എന്ത് വിളിക്കുക? ആംഫീബിയൻസ് എന്ന് പറഞ്ഞു വെക്കുക. വാട്ടറിലും ജീവിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ടെറൈനിലും ജീവിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർക്കേണ്ടത് ദീസ് ആർ ഓൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം ഇറ്റ് ഈസ് എ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. അതായത് അറ്റ് എ ടൈം ഒരു ബോണ്ട് മാത്രമാണ്. അതായത് അറ്റ് എ ടൈം ഒരു ഡോണർ ആറ്റം ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലുമായിട്ട് ഒരു ബോണ്ടാണ് ആർക്ക് ഫോം ചെയ്യാൻ കഴിവുള്ളത്? ഈ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾക്ക് ഫോം ചെയ്യാൻ കഴിവുള്ളത്. സോ ദിസ് ഇസ് എ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ദീസ് ആർ ഓൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഡോണർ ആറ്റം. ഓക്കെ, അതായത് ആംപിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്, ബട്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഡോണർ ആറ്റം. അതായത് ഡിഫറെന്റ് കോംപ്ലക്സസിൽ ഡിഫറെന്റ് ഡോണർ ആറ്റംസ് ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾക്കുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ NO2 എടുക്കുകയാണെന്ന് വിചാരിക്കാം. NO2 ഈസ് എ ആംബിഡെൻഡേറ്റ് ലിഗാൻഡാ. അതായത് NO2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O, ഇതാണ് നമ്മൾ NO2 എന്ന് പറയുന്ന ലിഗാൻഡ് എടുക്കുക അല്ലെ? ഈ NO2 ലിഗാൻഡിന്റെ കേസിൽ നമ്മൾ പറയും ഈ ഓക്സിജൻ ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മെറ്റലുമായിട്ട് ഇതിന് ബോണ്ട് ഫോം ചെയ്യാം. രണ്ട് ഓക്സിജൻസിൽ ഏതെങ്കിലും ഒരു ഓക്സിജൻ ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഒരു നൈട്രജൻ ഉപയോഗിച്ചിട്ട് ബോണ്ട് ഫോം ചെയ്യാം. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഫൈൻ. NO2 മൈനസ് എന്ന് പറയുന്ന ലിഗാൻഡിന് NO2 മൈനസ് ആണ്. NO2 മൈനസ് എന്ന് പറയുന്ന ലിഗാൻഡിന് നമ്മൾ നൈട്രോ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും, NO2 മൈനസ്. സോ ഈ NO2 മൈനസ് എന്ന് പറഞ്ഞ ലിഗാൻഡിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നൈട്രജൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മറ്റേ ടൈം ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഒരു മെറ്റലിലേക്ക് ഈ പറഞ്ഞതുപോലെ നൈട്രജൻ ആണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് നൈട്രോ എന്ന് വിളിക്കും. ആ ലിഗാൻഡിനെ നമ്മൾ പേര് പറയുമ്പോൾ നമ്മൾ പറയും എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ നൈട്രോ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നൈട്രിറ്റോ എൻ എന്ന് പറയും. നൈട്രോ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ നൈട്രിറ്റോ എൻ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ അവിടെ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നൈട്രജൻ ആണ്. തിരിച്ച് നമ്മൾ വേറൊരു മെറ്റലുമായിട്ട് NO2 ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് ONO എന്ന് പറഞ്ഞൊരു ഫോമിലാണെങ്കിൽ, അതായത് ഓക്സിജൻ ആണ് ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ ലിഗാൻഡിനെ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് നൈട്രിറ്റോ O എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, അപ്പോ അറ്റ് എ ടൈം ഒരു ബോണ്ടേ ഫോം ചെയ്യാൻ കഴിവുള്ളൂ. പക്ഷേ ഡിഫറെന്റ് കണ്ടീഷൻസിൽ ഇതിന് നൈട്രജൻ ഡോണർ ആറ്റമായിട്ടും ബോണ്ട് ഫോം ചെയ്യാം, ഓക്സിജൻ ഡോണർ ആറ്റമായിട്ടും ബോണ്ട് ഫോം ചെയ്യാം. സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡോണർ ആറ്റംസ് ഉപയോഗിച്ച് ബോണ്ടുകൾ ഫോം ചെയ്യുന്ന ലിഗാൻഡുകളെ വിളിക്കുന്ന പേരാണെന്ത്? വി കോൾ ഇറ്റ് ആസ് ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി അതുപോലെ മറ്റൊരു ആംപിഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് നിങ്ങൾ CN മൈനസിനെ കുറിച്ച് പറയുന്നത് വിചാരിക്കുക. CN മൈനസ് ലിഗാൻഡ്. ഈ CN മൈനസ് ലിഗാൻഡിനും ഇവിടെ കാർബണിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, നൈട്രജനിലും എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഒരു മെറ്റലുമായിട്ട് ഈ കാർബണിന് വേണമെങ്കിൽ ബോണ്ട് ഫോം ചെയ്യാം, കാർബൺ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നൈട്രജൻ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാം. ഈ രണ്ട് കണ്ടീഷൻസിലും ഈ ലിഗാൻഡുകൾ ഡിഫറെന്റ് ആണ്. ഡോണർ ആറ്റംസ് ഡിഫറെന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലിഗാൻഡുകൾ ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് വി കോൾ ഇറ്റ് ആസ് സയനോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോമൻക്ലേച്ചർ അനുസരിച്ച് സയനിഡോ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. കാർബൺ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി നൈട്രജൻ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഐസോസയനേറ്റോ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ഐസോസയനേറ്റ്
സയനേറ്റോ എന്ന് നമ്മൾ പറയും. ഫൈൻ. അപ്പോ ഈ പറഞ്ഞ പോലെ കാർബൺ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ അതിനെ സയനിഡോ അല്ലെങ്കിൽ സയനേറ്റോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി NC ആണ്, നൈട്രജൻ ആണ് ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്, ഐസോസയനേറ്റോ എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. സോ ബോത്ത് ആർ ഡിഫറൻറ്റ്. സോ നമുക്ക് പറയാം ദിസ് ഇസ് വാട്ട് ഇക്വൽ എന്താണെന്നൊരു ആംപിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് എന്ന് പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ SCN- എന്നുള്ളത്. SCN- അടുത്ത ഒരു ലിഗാൻഡിന് അല്ലെങ്കിൽ ഒരു ആംപിഡെന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് SCN- എന്നുള്ളത്. ഇവിടെയും നമ്മൾ പറയും സൾഫർ ഒരു ഡോണർ ആറ്റമാണ്, അതുപോലെ നൈട്രജൻ ഒരു ഡോണർ ആറ്റമാണ്. അപ്പോൾ ചില കോംപ്ലക്സസിൽ ഈ മെറ്റലുമായിട്ട് സൾഫറിന് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നൈട്രജന് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ പറഞ്ഞ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫൈൻ. ഈ സൾഫർ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് തയോസയനേറ്റോ ലിഗാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. നൈട്രജൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐസോതയോസയനേറ്റോ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ. സോ ഈ പറയുന്ന ലിഗാൻഡുകളെല്ലാം നമ്മൾ പറയും എന്താണ്, ദേ ആർ വാട്ട് യു കോൾ ആംപിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. അതായത് മോർ ദാൻ വൺ വേയിൽ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള മോണോഡെന്റേറ്റ് ലിഗാൻഡുകളാണ് എന്ന് പറഞ്ഞു വെക്കും. ക്ലിയർ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ലിഗാൻഡുകളുടെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന ചില ലിഗാൻഡുകളെ വിളിക്കാറുണ്ട്. ചീലേറ്റിംഗ് അല്ലെങ്കിൽ കീലേറ്റിംഗ് എന്ന് പറയാറുണ്ട്. സോ എന്താണ് ഈ ചിലേഷൻ അല്ലെങ്കിൽ ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം, ഈ ചീലേറ്റിംഗ് ലിഗാൻഡുകളൊക്കെ ഒന്നെങ്കിൽ ഡൈ അല്ലെങ്കിൽ പോളിഡെന്റേറ്റ് ലിഗാൻഡുകളാണ്. അതായത് ഒന്നെങ്കിൽ 2 ഡോണർ ആറ്റം അല്ലെങ്കിൽ മോർ ദാൻ 2 ഡോണർ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്ന മോർ ദാൻ 2 വേസിൽ അറ്റ് എ ടൈം ഒരു മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ലിഗാൻഡുകളാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞു വെക്കുക. ഈ ചീലേറ്റിംഗ് ലിഗാൻഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഏബിൾ ടു ഫോം എ റിംഗ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് ദ മെറ്റൽ ആറ്റം. ഓക്കെ. അതായത് 2 അതിൽ കൂടുതലോ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സൈക്ലൈസേഷൻ അറൌണ്ട് ദ മെറ്റൽ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ ചീലേറ്റിംഗ് ലിഗാൻഡുകൾക്കുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സൈക്ലിക് റിംഗ് ഫോം ചെയ്യാൻ കഴിവുള്ള മെറ്റലുമായിട്ട് സൈക്ലിക് റിംഗ് ഫോം ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മോണോഡെന്റേറ്റ് ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ പറയുന്ന ലിഗാൻഡുകൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലക്സസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. സോ ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ചീലേറ്റിംഗ് ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുക. ഓക്കെ. സോ ചീലേറ്റിംഗ് ഇഫക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി അച്ചീവ്ഡ് ബൈ ദ complexes when a chelating ligand is connected or forming a complex with the metal atom. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ള കോംപ്ലക്സസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്, ഈ പറയുന്ന ചീലേറ്റിംഗ് ലിഗാൻഡുകൾക്ക് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ച ലിഗാൻഡ് നോക്കിയാൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞ മെറ്റലിലേക്ക് ഈൻ ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നു. ഈൻ ഈസ് എഥിലീൻ ഡയമീൻ. നമുക്കറിയാം ഈ കാണുന്നതാണ് നമ്മൾ എഥിലീൻ ഡയമീൻ എന്ന് പറഞ്ഞു വെക്കുക. സോ 2 നൈട്രജൻ ഡോണർ ആറ്റം ഉപയോഗിച്ച് ഇങ്ങനെ ഈ പറയുന്ന ഒരു ബൈഡെന്റേറ്റ് ബോണ്ട് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ മെറ്റലും ഈ പറയുന്ന ലിഗാൻഡും തമ്മിൽ ഇവിടെ എന്തുണ്ട്, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അടുത്ത EN ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എന്തുണ്ട്, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സൈക്ലൈസേഷൻ ഉണ്ടാക്കിയാൽ ഈ കോംപ്ലക്സസ് മോർ സ്റ്റേബിൾ ആണ്. സോ അങ്ങനെ ഈ പറഞ്ഞ സൈക്ലൈസേഷൻ ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ചീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? എന്താണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്, എന്താണ് ചീലേറ്റിംഗ് ലിഗാൻഡ്, എന്താണ് ഡെൻസിറ്റി എന്നുള്ള കാര്യങ്ങളും അതുപോലെ കുറച്ച് ലിഗാൻഡുകളുടെ ഒരു സ്ട്രക്ചറുമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു വെച്ചത്. ക്ലിയർ ആണോ? ഇനി കുറച്ചുകൂടി എക്സാമ്പിളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സസുകളുടെ കേസിൽ നമുക്കറിയാം ഇവയൊക്കെ ഈ പറഞ്ഞതുപോലെ കോംപ്ലക്സസ് ആണ്. ഇവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോംപ്ലക്സ് Ag എന്ന് പറയുന്നത് NH3 എന്ന് പറയുന്ന 2 ലിഗാൻഡുകളുമായിട്ട് മോണോഡെന്റേറ്റ് ലിഗാൻഡ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയും നമ്മൾ പറയും പ്ലാറ്റിനം എന്ന് പറയുന്നത് 4 ഈ പറയുന്ന NH3 ലിഗാൻഡുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ സിങ്ക് എന്ന് പറയുന്നത് ഇവിടെ 4 NH3 ലിഗാൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ
നമ്മൾ പറയും ജോമെട്രി സ്ക്വയർ പ്ലെയിനാർ ആണ്, ഇവിടെ ടെട്രാഹിഡിലാണ്. ആൻഡ് അടുത്ത് പറഞ്ഞു വെക്കുക ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഈ പറഞ്ഞതുപോലെ 6 ലിഗാൻഡുകൾ മെറ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഒക്ടാഹിഡൽ കോംപ്ലക്സസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം മോണോഡെൻഡൈറ്റ് ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ മോണോഡെൻഡൈറ്റ് ലിഗാൻഡുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജോമെട്രി ആണ്. ആൻഡ് എന്തൊക്കെയാണ് ലിഗാൻഡുകൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ കോർഡിനേഷൻ കോംപ്ലക്സസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എങ്കിലും ഈ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ആർ ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കൊബാൾട്ട് ഇൻ ദ കോംപ്ലക്സ്? ഈ ഒരു കോംപ്ലക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് എങ്കിലും ചോദിച്ചത് കൊണ്ട് നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊന്നുമല്ല, കോർഡിനേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്. ഫൈൻ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിൽ നമ്മൾ കോർഡിനേഷൻ നമ്പർ നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, എത്ര ലിഗാൻഡുകൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലിഗാൻഡ് ആണ്, ഇത് അടുത്തൊരു ലിഗാൻഡ് ആണ്, ഇവിടെ 4 NH3 ലിഗാൻഡുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ മൊത്തം 6 ലിഗാൻഡുകൾ അറ്റ് എ ടൈം ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം കോർഡിനേഷൻ നമ്പർ എത്രയാണ് വരിക, 6 ആണ് വരിക. ഓക്കെ. ആൻഡ് ഈ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, Cl-1 ആണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ NO2 എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ അമോണിയ എന്ന് പറയുന്ന ലിഗാൻഡിന് നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് വാട്ട് യു കോൾ 0 ആണ്, ന്യൂട്രൽ ആണ്. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, ഇസ് ഈക്വൽ ടു 4+ സ്റ്റേറ്റ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഇവിടെ -2 എന്നുള്ളതില് +4 പുറത്തുണ്ട്. അപ്പൊ -2 കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. സോ +4 ആണ് പുറത്തുള്ളത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് x എടുത്താൽ x -2 is equal to +4 അല്ല, പ്ലസ് ആണ് അല്ലെ. അപ്പൊ x -2 is equal to +1 എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ x is equal to എത്രയായിരിക്കും വരിക, ദാറ്റ് is equal to 3 ആണ്. ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് is nothing but എത്രയാണ്, 3 ആണ്. ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിക്കാൻ സാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു പോർഷനുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഓക്സിഡേഷൻ നമ്പർ എത്ര, കോർഡിനേഷൻ നമ്പർ എത്ര, അല്ലെങ്കിൽ ലിഗാൻഡുകളുടെ സ്ട്രക്ചർ നമ്മളിപ്പോൾ പറഞ്ഞു, ആ സ്ട്രക്ചറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക. ഇനി നമുക്ക് തേർഡ് പാർട്ടിൽ പഠിക്കാനുള്ളത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യമാണ്, ദാറ്റ് ഈസ് നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ് എന്നുള്ളതാണ്. ദാറ്റ് യു വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.